ഡ്രാഗൺ ജേഡ് എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണിത്. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് കുരുമുളകിനെ പോലെയാണ് ഇരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമ്മൾക്ക് ഇത് കുരുമുളകാണെന്നേ തോന്നും. ഇത് ഞാൻ ചെറുതായി മടക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിന് നല്ല നീളം വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇളക്കി കാണിച്ചു തരാം ഇതിൻ്റെ നീളം എത്രമാത്രം ഉണ്ടെന്ന്. പൊതുവെ എല്ലായിടത്തും ഇല്ലാത്ത ഒരു ചെടിയാണ്. ഇതിനെക്കുറിച്ച് യൂട്യൂബിൽ തന്നെ കുറച്ച് വീഡിയോസേ ഉള്ളൂ. ഇതിൻ്റെ നീളം കണ്ടില്ലേ, നല്ല നീളമുണ്ട്. കാണുവാൻ ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ ചെറുതായി മടക്കി ചട്ടയിൽ തന്നെ വെച്ചിരിക്കുന്നത്. അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായി എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ പ്ലാന്റ് ഉണ്ടോ? ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള പല വെറൈറ്റികളും ഉണ്ട്. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഷെയ്ഡിലുമൊക്കെ വളർത്തിയെടുക്കാൻ കഴിയും. ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ തണ്ടുകൾ ധാരാളം വരാൻ തുടങ്ങിയത്. മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ വരുന്ന തണ്ടുകൾ കുറവാണെന്ന്. അന്നൊന്നും ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറ്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വെയിൽ വേണ്ട. ഇത് ഇൻഡോറായിട്ടും നമുക്ക് ഷെയ്ഡിലും വളരെ ഈസിയായി തന്നെ വളർത്തിയെടുക്കാൻ കഴിയും. ഇതിന് പ്രത്യേക പരിചരണങ്ങളൊന്നും തന്നെ വേണ്ട. ഇത് വാങ്ങുമ്പോൾ ഇത് ഞാൻ ഒരു നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത്. ഇത് വാങ്ങുമ്പോൾ ഈ ചട്ടിയോട് കൂടിയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ 2-3 തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 4-5 വർഷമായി കാണും ഇത് വാങ്ങിയിട്ട്. ഇത്രയും വർഷം കൊണ്ടാണ് എനിക്ക് ഇത്രയും വളർന്നു കിട്ടിയത്. ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സാവധാനത്തിലാണ്. ഇത് തൊണ്ടിലും കരക്കട്ടയിലുമായിരുന്നു അവർ സെറ്റ് ചെയ്ത് തന്നത്. നമ്മൾ ഓർക്കിഡ് നടുന്നത് പോലെ തൊണ്ടും പിന്നെ കരിക്കട്ടയും ചേർത്താണ് ഇത് നട്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഗ്രോത്ത് കുറവായിരുന്നു. ഞാൻ ഷെയ്ഡിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നതിൻ്റെ അടുത്തായാണ് ഇത് ഹാങ് ചെയ്തത്. അതിനുശേഷം എൻ്റെ ഈ പ്ലാന്റ് നന്നായി ഗ്രോത്ത് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നത് വേഗം വളർന്നു കിട്ടി, ഇത്ര വലുതായി എന്നല്ല, സാവകാശം കുറച്ചും കൂടി വളർന്നു വരാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ അവിടെ തന്നെ പിന്നെ ഈ പ്ലാന്റ് ഇട്ടിരുന്നു. അതിനുശേഷമാണ് എനിക്കിത് ഇത്രയും നന്നായി വളർന്നു കിട്ടിയത്. അതുമാത്രമല്ല, ഇത്രയും വർഷങ്ങളെടുത്തു ഇത്രയും വളരുവാൻ തന്നെ. ഇതിന് നമുക്ക് ഓർക്കിഡിനൊക്കെ കൊടുക്കുന്ന അതേ ഫെർട്ടിലൈസർ നൽകിയാൽ മതി, നന്നായി വളർന്നോളും. ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാവും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇതിൽ നിന്ന് ഒരു ചെറിയ തണ്ടൊടിച്ച് നമ്മൾ ചട്ടിയിൽ നട്ടുകൊടുക്കുന്നു. സാധാരണ മണ്ണിലാണ് നട്ടുകൊടുക്കുന്നത്. ഇതിന് വേര് വന്ന ശേഷം നമുക്ക് ഇതിന് ആവശ്യമായ മണ്ണും കരിക്കട്ടയും ഒക്കെ ഉപയോഗിച്ച് മറ്റൊരു ചട്ടിയിൽ മാറ്റി നടാം. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിന് വേര് വന്ന ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.